എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ എനിക്ക് ഉപദ്രവമുണ്ട്. ഇപ്പൊ പലരും തോക്ക് വേണോ ലൈസൻസ് എടുത്ത് തരണോ എന്നൊക്കെ ചോദിച്ചു. എല്ലാ കേസുകളിലെയും വേട്ടക്കാര് ഈ അസോസിയേഷന്റെ ഭാഗമാണ് എന്നുള്ളതും ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിരോധാഭാസമാണ്. ഞാൻ അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാളായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ ഒരാളാണെന്ന് അല്ല എൻ്റെ അർത്ഥം. സുരേഷ് ഏട്ടൻ്റെ ഒരു രീതിയാണത്. കൈ ചൂണ്ടുന്നവരെ പിന്നെ അവിടെ വെച്ചേക്കില്ല. നമ്മുടെ അപ്പൻ നമ്മുടെ മുഖത്ത് നോക്കി നമ്മൾ ബോഡി ഷെയിം ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് തന്നെയാണ് ഞാനത് വിടാത്തതും. സുരേഷ് ഏട്ടൻ നമ്മളെയൊക്കെ ഇൻസൾട്ട് ചെയ്തൊരു ഇത് പറഞ്ഞു, ഇനി ഇവരെയൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകാം. ശ്രീ ആൻഡോ ജോസഫിനെ തന്നെയാണ് ഞാനത് പറഞ്ഞത്, ഞാൻ വേറെ ഒരാളെ അല്ല. വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഒരു രീതി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുണ്ട്. ഞാൻ ആന്റണി ചേട്ടനെയാണ് പറഞ്ഞത്, ഞാനത് ആലോചിച്ചിട്ട് പോലുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു അക്ഷരം മിണ്ടാതെ ഇരുന്നതിന്റെ കാരണം എന്താണ്? ഞാൻ ഇവിടെ തന്നെ നിൽക്കും, ഞാൻ ഇവിടെ തന്നെ സിനിമ ചെയ്യാനാണ് വന്നത്. സാന്ദ്ര തോമസ് ആണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ലൈഫിലെ ഏറ്റവും വലിയൊരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്താണ് നിലവിലെ കേസിന്റെ ഒരു സ്ഥിതിഗതികൾ എന്താണ്? കേസ് നടക്കുന്നു, കോടതിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പോലീസിൻ്റെ അടുത്ത് ഒരു കേസുണ്ട്, SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകുന്നു. പിന്നെ ലൈഫിൽ ഏറ്റവും വലിയ സ്ട്രഗിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഞാനൊരു KK ജോസഫായി മാറി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പലവട്ടം ലൈഫിൽ പല സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ട്. കാര്യം നമ്മളൊരു ഫീമെയിൽ പ്രൊഡ്യൂസർ ആകുമ്പോൾ അതിൻ്റെതായ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. അപ്പം പലപ്പോഴും ലൈഫിൽ റോക്ക് ബോട്ടം ആയിട്ടുള്ള ഒരാളാണ് ഞാൻ, അവിടുന്ന് തിരിച്ചു വന്നിട്ടുള്ള ഒരാളുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ഏറ്റവും വലിയ സ്ട്രഗിൾ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഞാൻ എൻ്റെ ആത്മാഭിമാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. അത് തന്നെ. ഇത്രയും വലിയ ആളുകളാണ് നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളത് എന്ന ആ ഒരു ഭയം, അതിനെ അതിജീവിക്കാനായിട്ട് എങ്ങനെയാണ് അതിന് പറ്റുന്നത്? എനിക്കതൊരു ഭയമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. കാര്യം അവരും എന്നെ പോലെ തന്നെയുള്ള ആളുകളാണ്, എന്നെ പോലെ തന്നെ സിനിമ ചെയ്യുന്ന ആളുകളാണ്. അവരെ ഞാൻ എന്തിനും ഭയക്കണം? ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അവരോട് യാതൊരുവിധ ഭയവുമില്ല. പക്ഷെ എനിക്ക് അവരോട് റെസ്പെക്റ്റ് ഉണ്ട്. അവർ ഒരു ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് സിനിമ ചെയ്യുന്ന, കാര്യം എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് സിനിമ ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ എനിക്ക് അവരോട് ബഹുമാനമുണ്ട്, പക്ഷെ ഭയമില്ല. പക്ഷെ വളരെ എളുപ്പത്തിൽ ഇത്തരം സ്വാധീനമുള്ള ആളുകൾക്ക് ഇനി ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ ഒരു ഒഴുക്കിനെ തടസ്സപ്പെടുത്താൻ വളരെ എളുപ്പത്തിൽ സാധിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആശങ്ക ഉള്ളിലില്ലേ? അങ്ങനെ ഞാൻ ആശങ്കപ്പെടുന്നില്ല. കാര്യം അവർക്കത് സാധിക്കും, അവരത് ചെയ്യുകയും ചെയ്യും. പക്ഷേ നമ്മൾ നീതിക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തിനെയാണ് ഭയക്കേണ്ടത്? ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഇപ്പം മറ്റുള്ളവർ പല കാര്യങ്ങളിലും സഹായിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്നോട് വീട്ടുകാർ ചോദിക്കും, നിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നീ കൊടുത്താൽ പോരെ, ഇല്ലാത്തത് എന്തിനാ ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഇതിൻ്റെ എനിക്ക് ഗുണം കിട്ടുന്നത് അവിടെ നിന്നായിരിക്കില്ല. അപ്പം അപ്പം എന്നോട് ഇവരൊക്കെ പറയേ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, തിരിച്ച് കിട്ടുമോ, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള നന്ദിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ നന്ദിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. ഒരാളെ സഹായിക്കുന്നത് സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ എനിക്കതിന് തിരിച്ച് കിട്ടും എന്നുള്ളത് എനിക്കറിയാം. തിരിച്ച് കിട്ടുന്നത് എനിക്കായിരിക്കില്ല, ചിലപ്പോൾ എൻ്റെ മക്കൾക്കായിരിക്കാം, അവർക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അവരുടെ മുന്നിൽ തുറക്കുന്ന വാതിലുകളായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന, ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് നമുക്കതിനുള്ള ഗുണങ്ങൾ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പം തെറ്റായ പ്രവൃത്തികളാണ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചുള്ള സെറ്റ് ബാക്സും നമുക്കുണ്ടാവും. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ ഒരു തൊഴിലിടത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകുന്നതൊക്കെ വളരെ സ്വാഭാവികമാണ്. പക്ഷെ ആ ഒരു പ്രതിസന്ധിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രധാനം. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കാതെ പോകുന്നത്, ഇത് എങ്ങനെയാണ് ഇനി ഒന്ന് മാറിയെടുക്കുക എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. കാര്യം നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടാറില്ല പല കാര്യങ്ങളും. പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ, ഇപ്പം എന്നോട് പോലും പലരും, അതായത് ഭൂരിഭാഗം ആൾക്കാരും എന്നെ വളരെ അടുത്തറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളടക്കം എന്നോട് ഇതൊക്കെ ക്ഷമിച്ച് കളയാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ, ഇതൊക്കെ എന്തിനാ പറയുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബിസിനസ് നടത്തുക, നമുക്ക് പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇനിയും പടങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യത്തിലല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതൊക്കെ ചീള് കേസല്ലേ, അവരൊക്കെ എന്തേലും ആയി പോട്ടെ എന്ന് വിചാരിക്കും, അവർക്ക് വേറെ എവിടുന്നെങ്കിലും കിട്ടിക്കോളും എന്ന് വിചാരിച്ചാൽ പോരെ, വിട്ടുകളഞ്ഞാൽ പോരെ. അങ്ങനെ വിട്ടുകളയുന്ന ഒരുപാട് കേസുകളുണ്ട്, ഒരുപാട്. അപ്പോഴും നമ്മൾ ഈ ഭാരം നമ്മൾ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കണം, എത്രയൊക്കെ ആണെങ്കിലും.
അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളും പെൺകുട്ടികളാണ്. അവരും ഈ സമൂഹത്തിലേക്കാണ് വളർന്നു വരുന്നത്. അവർ കണ്ടു, അവരറിഞ്ഞു, എനിക്കുണ്ടായ ദുരനുഭവം അവരറിഞ്ഞു. എന്നിട്ട് അമ്മ അന്ന് റിയാക്ട് ചെയ്തില്ലല്ലോ, പിന്നെ ഞങ്ങളോട് റിയാക്ട് ചെയ്യാൻ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. അതിന് ഞാൻ തയ്യാറല്ല. കാര്യങ്ങൾ നമ്മളോട് ഒരാൾ നീതികേട് കാണിച്ചാൽ അതിനെ നമ്മൾ ചോദ്യം ചെയ്യണം. ശരിയല്ല എങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ വേണം. അത് നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ആരും ലിമിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ വേറെ ആരുടെയും സപ്പോർട്ടിലല്ലല്ലോ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ടും സ്വന്തം പ്രയത്നം കൊണ്ടും ഇവിടെ വരെ എത്തിയ ആൾക്കാരാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ മറ്റുള്ളവരെ ഭയക്കുന്നത്? ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പം മുൻപൊരു അഭിമുഖത്തിൽ വെച്ച് പറയുന്നത് കേട്ടു, മക്കൾ പറഞ്ഞു അമ്മ എന്നാ ഇനി സിനിമ ചെയ്യണ്ട എന്നൊരു അഭിപ്രായം മക്കളിങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടു. ആ സമയത്ത് ചേച്ചി എന്താ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയത്? ഒന്നും പറഞ്ഞ് മനസ്സിലാക്കിയില്ല. ചെയ്യണ്ട എന്ന് അവർ പറയുന്നത് എൻ്റെ സ്ട്രഗിൾ കണ്ടിട്ടാ. അല്ലല്ല ഞാൻ ഇനിയും ചെയ്യും എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താ? അതായത് കഷ്ടപ്പെട്ട് പണിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ അവരോട് പറയാൻ ശ്രമിക്കുന്നതും നിങ്ങൾ ഒരിക്കലും കഷ്ടപ്പെട്ട് പണിയെടുക്കരുത്, നിങ്ങൾ ഇഷ്ടപ്പെട്ടേ പണിയെടുക്കാവുള്ളൂ എന്നുള്ളതാണ്. അപ്പം എന്നാണേലും വർഷങ്ങൾ കഴിഞ്ഞാൽ അവരിപ്പോൾ ജോലിക്കൊക്കെ കയറുമ്പോഴും അല്ലെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള കാര്യമേ അവർ ചെയ്യാവുള്ളൂ. ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യരുത്. അപ്പം എൻ്റെ വിഷമങ്ങൾ അവർ കണ്ടു. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഇതെല്ലാം കഴിഞ്ഞൊരു 3-4 മാസങ്ങൾ കഴിഞ്ഞ് ഇതിൽ നിന്നെല്ലാം മെൻ്റൽ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്തൊരു സാൻഡ്രേനെയാണ് കാണുന്നത്. ഇതല്ലാതെ തളർന്നുപോയി വിഷമിച്ച് പാനിക് അറ്റാക്ക് വന്ന് വിഷമിച്ച് കിടന്നിരുന്നൊരു ഞാനുണ്ട്. അത് കണ്ട ആൾക്കാരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്നോട് പറയും അമ്മ ഇനി സിനിമ ചെയ്യണ്ട, എന്തിനാ എല്ലാവരും അമ്മേനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അവർക്ക് വിഷമമാണല്ലോ കാണുന്നത്, എന്തൊക്കെയാണേലും മക്കളല്ലേ. അപ്പം അങ്ങനെ അവർ ചോദിക്കും. അപ്പം ഞാൻ പറയും ഇല്ല, അപ്പം അമ്മ എന്തായാലും കുറച്ച് നാളത്തേക്ക് എന്തായാലും സിനിമ ചെയ്യുന്നില്ല. പിന്നെ പയ്യെ അവരെ പറഞ്ഞ് മനസ്സിലാക്കും, നമുക്ക് അവിടെ പോകണ്ടേ, നമുക്ക് ഇവിടെ പോകണ്ടേ, അവർക്ക് ഇങ്ങനെ സ്ഥലങ്ങൾ കാണാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ പോകണമെങ്കിൽ അമ്മയുടെ പൈസ വേണ്ടേ, പൈസ വേണമെങ്കിൽ നമ്മൾ സിനിമ ചെയ്യണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആണ്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡയറക്റ്റായിട്ട് അവരോട് ഇല്ല ഞാൻ ഇനി ചെയ്യും ആ ഒരു രീതിയിലല്ല അവരോടുള്ള അപ്രോച്ച്. അതിനുള്ള പ്രായമായിട്ടും ഇല്ല അവർക്ക്. അപ്പോൾ ഈ ഒരു സിനിമകളുടെ ഇങ്ങനെ ഒരു സെറ്റ് ബാക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കൂടെ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? സിനിമ നടക്കുന്ന സമയത്തും ഈ അടുത്ത കാലത്ത് വരെയും ബാബു ചേട്ടൻ അങ്ങനെ ഭയങ്കര ഒരു ഞാൻ വെറുതെ കളിയാക്കി പറയും, ബാബുച്ചേട്ടാ നടയടിയാണ്, എല്ലാ ദിവസവും രാവിലെ അമ്മ എന്നെ വിളിക്കും, നടയടിക്കും വിളിക്കും. എന്തേലും പറഞ്ഞ് എന്നെ ചീത്ത പറയും, അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അവിടെ അത് വെച്ചിട്ടില്ല, ഇവിടെ വെച്ചിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. കാര്യം നമ്മളപ്പോൾ ഓക്കെ അത് ഉടനെ കോർഡിനേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക. അപ്പം എനിക്കിങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായപ്പോൾ തന്നെ ആദ്യം എന്നോട് റിയാക്ട് ചെയ്യാൻ പറഞ്ഞതും ബാബുച്ചേട്ടനാണ്. എന്നോട് പറഞ്ഞു ഇതൊന്നും അനുവദിച്ചു കൊടുത്തൂടാ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അനുവദിച്ചു കൊടുത്തു, അമ്മയിലുള്ള ഇവരെല്ലാവരും കിടന്ന് ഇങ്ങനെ അനുഭവിക്കുന്നു, ശരിക്കുമുള്ള വൃത്തികേട് കാണിച്ചവന്മാരൊന്നും അനങ്ങാതിരിക്കുന്നു, ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെയല്ലേ സാൻഡ്ര പറയേണ്ടത് എന്ന് പറഞ്ഞ് എന്നോട് ആദ്യം പറയുന്നതും ബാബുചേട്ടൻ തന്നെയാണ്. ശരിക്ക് കൂടുതൽ ആളുകളും വിചാരിക്കുന്നത് ബിസിനസ് ചെയ്യുന്ന വളരെ തൻ്റെ ഇടമുള്ള എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാം. അങ്ങനെ ഒരു സ്ത്രീക്ക് ഇത്ര ചെറിയ കാര്യങ്ങളൊക്കെ വെറുതെ വിട്ട് കളഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് സ്ത്രീകളിൽ തന്നെ ചോദിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞാനത് വിടാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെയാണ് അവർ ചോദ്യം ചെയ്തത്. മനസ്സിലായോ? അത് ഒരു സീരിയസ് കംപ്ലൈന്റുമായിട്ട് ഒരു സ്ഥലത്ത് പോയി നമുക്ക് നീതി കിട്ടും എന്ന് പ്രതീക്ഷിച്ച ഒരു സ്ഥലത്ത് പോയി ഇരിക്കുന്നവിടത്ത് നിന്ന് നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക, നമ്മളെ സെക്ഷലി ഹരാസ് ചെയ്യുക, മെന്റലി ഹരാസ് ചെയ്യുക, ഇതെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പോട്ടെ എന്ന് വെക്കാനായിട്ട് സാധിക്കുന്നത്? ഞാനത് ഇമ്മീഡിയറ്റ്ലി ഇവരെല്ലാം വിളിച്ച് ഞാൻ പറയുകയും ചെയ്തു, നിങ്ങൾ ചെയ്തത് ശരിയായില്ല, മോശമാണ് കാണിച്ചത്, ഞാൻ നിങ്ങളിൽ ഒരാളാണ്, ഞാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്, അപ്പം നിങ്ങൾ എന്നോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ അവരോട് അപ്പം തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്നോട് ആര് പറഞ്ഞു എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി, അതിന് ഒരു സോറി പറയാൻ പോലും അവർ തയ്യാറായില്ല, അവരുടെ മേലീഗോ അതിന് സമ്മതിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം തപ്പഡ് എന്ന് പറഞ്ഞൊരു പടം ഹിന്ദിയിൽ ഇറങ്ങിയിരുന്നല്ലോ, അതിനകത്തൊരു ഒരു സ്ത്രീ വളരെ സ്നേഹമായിട്ട് പോകുന്നൊരു ഫാമിലി, അത്
ഒരടി കിട്ടി കഴിയുമ്പോൾ അവർ ഡിവോഴ്സിന് പോകുന്നതാണ് ആ സിനിമ എന്ന് പറയുന്നത്. ആ സിനിമ ഇന്ത്യ മുഴുവൻ ആഘോഷിച്ചൊരു സിനിമയാണ്. ഒരു സ്ത്രീയുടെ സെൽഫ് റെസ്പെക്റ്റിനെയാണ് അത് അവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അടിയുടെ വേദനയല്ല, അടിയുടെ വേദനയല്ല, അത് ഹൃദയത്തിലേക്കാണ് ആ വേദന വന്നെന്നുള്ള കാര്യം. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു അബ്യൂസ് വരിക എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് എൻ്റെയും അനുഭവം. എൻ്റെ കുടുംബമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത്. എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് അവരെന്നെ ഇൻസൾട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയും അതേ ഇടത്തിൽ പോയി ഞാൻ എങ്ങനെ ജോലി ചെയ്യും? ഞാൻ എങ്ങനെ ഒരു കംപ്ലൈൻറ്റുമായിട്ട് ഇനി അവിടെ ചെല്ലും? അവർ ഇപ്പോൾ എന്നോട് ഇതാണ് കാണിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം അവരെന്തായിരിക്കും എന്നോട് ചെയ്യുക? ആ ഒരു ഭയം എനിക്കുണ്ട്. ആ ഭയം എനിക്കില്ലായില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഫൈറ്റ് ചെയ്തത്. അതുപോലെ ചോദിക്കും ചെയ്യും, കഴിഞ്ഞ പ്രാവശ്യം കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇപ്പം ഞാൻ നമ്മളവിടെ പല മീറ്റിങ്ങുകളിൽ ഇരിക്കുമ്പോഴൊക്കെ പല സ്ത്രീകളും വന്നിട്ട് അവർക്കുണ്ടായ ദുരനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഇപ്പം ഈ പറയുന്ന സമയത്ത് ഇവർ പറയുന്നത് ഇത് വേറെ ആരോടും പറയണ്ട, അത് മൂടി വെച്ചേരെ. ഇപ്പം ഇപ്പം സ്ത്രീകളെ പറ്റി പറഞ്ഞപ്പം മറ്റ് സ്ത്രീകൾ പോലും ഇതേ ആളുകളിൽ നിന്ന് അവർക്ക് ദുരനുഭവം ഉണ്ടായാലും അവർ മിണ്ടില്ലെങ്കിലും അവർ അല്ലെങ്കിൽ വല്ല ക്ലോസ് സർക്കിളിൽ ഇരുന്ന് പറയും എന്നെയും ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയും. എന്നിട്ട് പരസ്യമായിട്ട് ഒരാൾ അതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പറയും ഇവിടെ അങ്ങനൊന്നുമില്ല, അവരൊന്നും അത്തരക്കാരല്ല, ഞങ്ങളൊക്കെ എത്ര വർഷങ്ങളായിട്ട് വരുന്നതാണ്, അവരൊന്നും അത്തരക്കാരില്ല. ഇപ്പം നമ്മൾ ഇരുന്ന ഒരു മീറ്റിങ്ങിൽ തന്നെ സുരേഷ് ചേട്ടൻ നമ്മളെയൊക്കെ ഇൻസൾട്ട് ചെയ്തൊരു ഇത് പറഞ്ഞു, ഇനി ഇവരെയൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകാം എന്നൊരു ഡയലോഗ് പറഞ്ഞ സമയത്ത് ആ ഇരുന്ന സ്ത്രീകൾ മുഴുവൻ ചിരിച്ചു കൂടെ ഇരുന്ന്. മനസ്സിലായോ? ആ ചിരി എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഞങ്ങളത് ആസ്വദിച്ചു എന്നല്ലേ. നിങ്ങളെയൊക്കെ എഴുന്നള്ളിച്ചോണ്ട് പോകാന്ന് പറയുന്നത് ഞങ്ങളെന്താ ഇവരൊക്കെ ആരെങ്കിലും എഴുന്നള്ളിച്ചോണ്ട് വന്ന് സിനിമ ചെയ്തവരാണോ? അല്ല, ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ സിനിമ ചെയ്ത് വന്ന ആൾക്കാരാണ്. ഇവരാരാ എഴുന്നള്ളിച്ചോണ്ട് പോകാനായിട്ട്? അല്ലേ? അതിനെ ചിരിച്ച് അതിന് കൈയടിച്ച് കൊടുക്കുകയല്ല വേണ്ടത്, അതിന് പ്രതികരിക്കണം. അത് സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ പേട്രിയാർക്കൽ ചിന്താഗതിയെ സ്ത്രീകളാണ് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നത്. അത് ശരിയായ കാര്യമല്ല. ഈ ഒരു സംഭവം നടക്കുന്ന സമയത്തും അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് ചേച്ചി പറയുന്നത് കേട്ടിരുന്നു. ഇപ്പം നമുക്ക് പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് വെച്ചാൽ ഹരാസ്മെന്റ് അല്ലെങ്കിൽ സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്നത് കയറി പിടിച്ചാലേ അതങ്ങനെ ആവുള്ളൂ, അല്ലെങ്കിൽ ശരീരത്തെ സ്പർശിച്ചാൽ മാത്രമേ അത് സെക്ഷൽ ഹരാസ്മെന്റ് ആകൂ എന്നൊരു ചിന്താഗതി കൂടി ഇങ്ങനെ ആൾക്കാർക്കുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കമന്റുകളും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ. ശരിക്കും വെർബൽ അബ്യൂസ് എന്ന് പറയുന്നത് അതിനേക്കാളും കൂടുതൽ എൻ്റെ കാര്യത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവരവിടെ ചെയ്തത്. പക്ഷെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വിഷമം അല്ലെങ്കിൽ ട്രോമ എന്താണെന്നത് സ്ത്രീകൾക്കേ മനസ്സിലാവുള്ളൂ. അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ. അനുഭവിച്ച ആൾക്കാർക്ക് അത് മനസ്സിലാവുമായിരിക്കും, അല്ലാത്തവർക്ക് ഇതിനകത്ത് എന്തിരിക്കുന്നത്, ഇത് ഭയങ്കര സിമ്പിളായി, ഇത് നമ്മളൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ കാഷ്വലി പറയുന്നതല്ലേ, ആയിക്കോട്ടെ, നിങ്ങൾ കാഷ്വലി പറയുന്ന കാര്യമായിരിക്കും, അതൊന്നും നമ്മളെ ബോധർ ചെയ്യുന്ന കാര്യമല്ല. പക്ഷേ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ, നമ്മുടെ അപ്പൻ നമ്മുടെ മുഖത്ത് നോക്കി നമ്മൾ ബോഡി ഷെയിം ചെയ്താൽ എങ്ങനെ ഇരിക്കും? അല്ലെ നമ്മുടെ ഇന്നർ വെയറിനെ കുറിച്ച് സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് നമുക്ക് സഹിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ അടുത്ത ആള് എന്ന് കരുതുന്ന ഒരാൾ നമ്മളെ വേറൊരു രീതിയിൽ കാണുന്നത് നമുക്ക് ആക്സെപ്റ്റബിൾ അല്ല. അതേ ഞാൻ എനിക്കത് ആക്സെപ്റ്റബിൾ അല്ല, ഞാൻ അതിനെ എതിർക്കും. അത് നിങ്ങൾ എത്രയൊക്കെ നിലനിൽക്കില്ല എന്ന് പറയുന്ന കേസാണെങ്കിലും എത്ര ഇതാണെന്ന് പറഞ്ഞാൽ എൻ്റെ കോടതിയിൽ ഞാൻ വിജയിച്ചാണ് നിൽക്കുന്നത്. എൻ്റെ കോടതിയിൽ എനിക്ക് എൻ്റെ സെൽഫ് റെസ്പെക്റ്റാണ് വലുത്. അവിടെ ഞാൻ വിജയിച്ചു തന്നെയാണ് നിൽക്കുന്നത്. എന്നോട് ശരിയല്ല എന്ന്, എന്നോട് ചെയ്തൊരു പ്രവൃത്തി ശരിയല്ല എന്ന് തോന്നി ഞാൻ അതിനെ എതിർത്തു. അത് എത്ര വലിയ കൊമ്പന്മാരായാലും അവരെത്ര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഞാൻ എതിർക്കുക തന്നെ ചെയ്യും. ഇപ്പം നമ്മൾ ഈ പവർ ഗ്രൂപ്പിനെ പറ്റിയിട്ടൊക്കെ ചേച്ചി സംസാരിച്ചിട്ടുണ്ടല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പവർ ഗ്രൂപ്പിലുള്ള ആളുകളെ പറ്റി, അല്ലെങ്കിൽ അവർ ഇതിനു വേണ്ടി ഈ ഒരു ബാക്കിലിരുന്നിട്ട് ചെയ്യുന്ന ആളുകൾ, ഞാൻ പറയുന്നത് താരരാജാക്കന്മാരെ പറ്റിയോ അങ്ങനെയുള്ള ആളുകളെ പറ്റിയിട്ടല്ല, ഇതല്ലാതെ ഇതിന് ബാക്കിലിരുന്ന് ചരട് വലിക്കുന്നത് ആരാണ് എന്നതിനെ പറ്റിയിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും അറിവുണ്ടോ? കൃത്യമായ ബോധമുണ്ട് എനിക്ക്, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളതെന്നും ആരൊക്കെയാണ്. കാര്യം ഞാൻ അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാളായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ ഒരാളാണെന്ന് അല്ല എൻ്റെ അർത്ഥം. ഞാൻ ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിൽ ആക്റ്റീവ് പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂട്ടത്തിൽ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നടക്കുന്നതെന്നും അവിടെ ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെന്നും എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന പ്രവൃത്തികളെന്നും നമുക്ക് കൃത്യമായിട്ടറിയാം. ഞാൻ പറഞ്ഞില്ല, ഇപ്പം അവരുടെ ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ആൾക്കാർ എന്നെ വിളിച്ച് പറയാറുണ്ടല്ലോ.
എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ്? അതിൻ്റെ കാരണം നമ്മൾ അവരുടെ കൂട്ടത്തിലൊരാൾ തന്നെയായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള, അതായത് അധികാരം പിടിച്ചു വയ്ക്കാൻ വേണ്ടിയും മണി ലോണ്ടറിങ് നടത്താൻ വേണ്ടിയിട്ടും ഒക്കെ ഒരു പ്രൊഫഷനെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കണ്ണടച്ച് നിൽക്കാൻ പറ്റില്ല. അത് ഞാൻ പലപ്പോഴും എതിർത്തിട്ടുണ്ട്. നമ്മൾ പബ്ലിക്കായിട്ട് വന്ന് പല കാര്യങ്ങളും പറഞ്ഞു എന്ന് വരില്ല. ഞാൻ പലപ്പോഴും പല ഹിൻറ്റുകളും തന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ അവരെ അസോസിയേഷനിലും നേരിട്ട് കാണുമ്പോഴും ഒക്കെ വ്യക്തമായി എൻ്റെ എതിരഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ശരിയല്ല എന്ന് ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത് തന്നെയാണ് എന്നോടുള്ള ദേഷ്യത്തിനുള്ള ഒരു കാരണവും. അപ്പോൾ ഈ ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന സിനിമയെക്കാളും അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനേക്കാളും ഒക്കെ മുമ്പേ തന്നെ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്നാണോ അപ്പോൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ എനിക്ക് ഉപദ്രവമുണ്ട്. അത് ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. ഇപ്പം പേരിന് ഒരു സ്ത്രീ നിർത്തിയിട്ട് ചുറ്റും ആണുങ്ങളെ നിർത്തി ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ആ പ്രശ്നം വരില്ല. കാര്യം ആണുങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാനായിട്ട്. ഇത് എൻ്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. A to Z കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. അപ്പം അത് മറ്റുള്ളവർക്കത് എണ്ണിപ്പെറുക്കലായിട്ടും കരച്ചിലായിട്ടും പിടിച്ചിലായിട്ടും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിയെടുത്താൽ പോരെന്നും ഒക്കെ ചോദിക്കാം. പക്ഷേ എൻ്റെ പ്രൊഫഷൻ ഇതാണ്. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ ഇവിടെ തന്നെ സിനിമ ചെയ്യാനാണ് വന്നത്. പക്ഷേ എന്നോട് കാണിക്കുന്ന അനീതിക്ക് ഞാൻ തിരിച്ചു പറയും. ഞാനതിനെ എതിർക്കും. പക്ഷെ ഞാൻ സിനിമ ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഫ്രൈഡേ ഫിലിം ഹൗസിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അതിൻ്റെ പാർട്ട്ണറുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ചേച്ചി സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഹൗസ് ആരംഭിക്കുന്നു. അപ്പോൾ ആ സമയത്തുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും എന്തെങ്കിലും ഒരു സ്വാധീനം കൂടി, അവരുടെ ഭാഗത്തു നിന്നുള്ള സ്വാധീനം കൂടിയാണോ ഇത്തരം പ്രശ്നങ്ങൾക്ക്? അതും ഇതുമായിട്ടൊന്നും കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അതുവേ എതിറേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പ്രതികരിക്കുന്ന സ്ത്രീകളാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നമായിട്ട്. പ്രതികരിക്കുന്ന സ്ത്രീകൾ അവരുടെ കണ്ണിലെ കരടാണ്. പ്രതികരിക്കുന്ന സ്ത്രീകളെന്നല്ല, പ്രതികരിക്കുന്ന ഓരോ വ്യക്തിയും. അത് ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ എത്രയോ പേരെ പുറത്തു പുറത്തു പോയി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഇത് സിവിൽ കേസാണ്. സിവിൽ കേസ് എന്ന് പറയുമ്പം 7, 8, 9 വർഷമൊക്കെ അങ്ങ് പോവും. പിന്നെ തിരിച്ചു കയറണമെങ്കിൽ ഇത്രയും വർഷത്തെ പ്രോസസ്സാണ്. ഒരാളുടെ നല്ല കാലം അങ്ങ് പോയില്ലേ, നല്ല കാലം, സമയം, പൈസ, എനർജി എല്ലാം പോയില്ലേ. ദ്രോഹിക്കാൻ അവർക്ക് ഈസി ആയിട്ട് ദ്രോഹിക്കാം. അവര് ഒരു ബൈലോ എടുത്തു വെച്ചാൽ ആ ബൈലോയ്ക്കായിട്ട് അത് കൃത്യമായി പറയുന്നില്ല എന്ത് കാരണത്താൽ പുറത്താക്കാം എന്നുള്ളത് പറയുന്നില്ല. അപ്പൊ അതിനകത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് പുറത്താക്കാം എന്ന് പറയുന്നു. ആ ഒരു ബലം ഉപയോഗിച്ചുകൊണ്ട് അവര് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നും പറയുന്നില്ല. ഇല്ല, അതാണ് അതിനകത്ത് ഒരു പ്രശ്നം. അപ്പൊ ആദ്യം മാറ്റേണ്ടത് അത് തന്നെയാണ്. അതെ, ഇത് മനഃപൂർവ്വം അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുന്ന ഒരു സാധനമാണല്ലോ. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവർ തന്നെയായിരിക്കും എല്ലാ അസോസിയേഷൻസിലും ഈ കീ പൊസിഷൻസിലിരിക്കുന്ന ആൾക്കാർ. പിന്നെ ഈ പറയുന്ന ഈ 10-21 പേര് തന്നെയായിരിക്കും വീണ്ടും വീണ്ടും കറങ്ങി ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം പ്രസിഡന്റ് ആയാൽ അടുത്ത പ്രാവശ്യം ട്രഷറർ ആവും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത പ്രാവശ്യം സെക്രട്ടറി ആവും. ഇതിങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ട്, അതായത് ഈ ഇത്രയും പേര് തന്നെ വീണ്ടും ആവുള്ളൂ. അപ്പൊ എന്താ, ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് ഈസിയാണ്. അവരവിടെ വരണമെന്ന് പോലും ഇല്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഇപ്പൊ അവർക്കെതിരെ ആര് കൈ ചൂണ്ടിയാലും അവരെ പുറത്താക്കുക എന്നുള്ളൊരു രീതി സുരേഷ് ഏട്ടനാണ് അത് കൊണ്ടുവന്നത്. സുരേഷ് ഏട്ടൻ്റെ ഒരു രീതിയാണത്. കൈ ചൂണ്ടുന്നവരെ പിന്നെ അവിടെ വെച്ചേക്കില്ല. കാര്യം ഒരു ക്രിറ്റിസിസത്തെയും എടുക്കാൻ അവർ തയ്യാറല്ല. അല്ലെങ്കിൽ ഞങ്ങളെ ആരും ചോദ്യം ചെയ്യേണ്ട, ഞങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാരാണ് എന്നുള്ളൊരു രീതിയാണ് ഇവർ ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ ആചരിച്ചു പോകുന്നൊരു കാര്യം. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരാൾ അതിനെ ചോദ്യം ചെയ്യുന്നതും പുറത്തു വന്ന് സംസാരിക്കുന്നതും. ആളുകളൊന്നും ഇതുപോലെ പരസ്യമായിട്ട് വന്ന് പ്രതികരിക്കുന്നതൊന്നും അവർക്ക്, ഞാൻ ചോദിക്കട്ടെ, അവർക്ക് ഇപ്പൊ അവര് പുറത്തു പോയി കഴിഞ്ഞാൽ അത് മീഡിയക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയമാവുന്നത് എങ്ങനെയാണ്? അത് സാധാരണ ജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയമായി മാറുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടൊരു മൈക്ക് കിട്ടാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. മനസ്സിലായി? ഇതിപ്പോ ഞാൻ ഓൾറെഡി ഒരു പോലീസ് കേസ് കൊടുത്ത് അത് SIT അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നെ പുറത്താക്കിയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും മീഡിയ അറ്റൻഷൻ കിട്ടിയതും ആളുകൾ ഇതിലേക്ക് ഇത്രയും ശ്രദ്ധ വരുത്തിയതും. അത് തെറ്റല്ലേ, ഇത് ശരിയല്ലല്ലോ എന്ന് ആൾക്കാർ ചിന്തിക്കാൻ
അവരെ ഇതിപ്പോ ഒരു കേസ് അന്വേഷണം നടക്കില്ലേ, അന്വേഷിച്ച് കണ്ടുപിടിക്കാതെ ഒരാളെ എങ്ങനെയാണ് പുറത്താക്കുന്നത്? ഇത് കേസ് കൊടുത്തു, നമുക്കൊരു ദുരനുഭവം ഉണ്ടായി. ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ അല്ല കേസ് കൊടുത്തേക്കുന്നത്, ഞാൻ 4 വ്യക്തികൾക്കെതിരെയാണ് കൊടുത്തിരിക്കുന്നത്. ആ 4 വ്യക്തികൾ എന്നോട് ചെയ്തത് അപമര്യാദയാണ്, അതിനവരെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേസ് കൊടുത്തേക്കുന്നത്. അതിന് എന്നെ പുറത്താക്കുകയാണോ രീതി? അതിന് ഞാൻ അച്ചടക്ക ലംഘനം നടത്തി എന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കുന്നതെന്ന് പറയുന്നത് അനീതിയാണ്. മുമ്പും കേസുകളുമായിട്ട് മുമ്പോട്ട് പോകുന്ന ആളുകളെ നമുക്കറിയാം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെയുള്ളത്. ഇതിൻ്റെ ഒരു സ്ട്രഗിൾ എത്രത്തോളം വലുതാണെന്നാണ് ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്? സ്ട്രഗിള് ഞാൻ പറയുകയാണെങ്കിൽ മുന്നോട്ട് വരരുതെന്ന് ഞാൻ പറയുള്ളൂ. കേസുമായിട്ട് നമ്മുടെ സമാധാനം പോവും, നമ്മുടെ എനർജി പോവും, നമ്മുടെ പൈസ പോവും, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് പോലും പലപ്പോഴും നമുക്ക് ലൂസ് ചെയ്യും. ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും വീണ്ടും വീണ്ടും ഈ മൊഴി കൊടുക്കേണ്ടിയൊക്കെ സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇതേ എപ്പിസോഡിലേക്ക് റീവിസിറ്റ് ചെയ്യല്ലേ. നമ്മൾ റീവിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ട്രോമയിൽ നിന്ന് ഹീലായെങ്കിൽ പോലും വീണ്ടും അത് ആലോചിക്കുകയും വീണ്ടും ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ വീണ്ടും പോകുമ്പോൾ നമുക്കത് ഇപ്പം ഇപ്പം ഇങ്ങനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നുകൊണ്ട് അവരിവിടെ വീട്ടിൽ വന്നിരുന്ന് മൊഴിയെടുക്കുകയും ഇതെല്ലാം ചെയ്തു. ഞാൻ ആലോചിക്കുകയാണ്, അല്ലാതെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കുന്ന ഒരാളുടെ ഒരു അവസ്ഥ വീണ്ടും ഇത്രയും ആളുകൾ നമ്മളെ നോക്കിയിരിക്കുമ്പോൾ അവരുടെ മുന്നിൽ ഇരുന്ന് ഇത് പറയുമ്പോൾ ഉണ്ടാവുന്നൊരു സ്ത്രീയുടെ ദയനീയാവസ്ഥയുണ്ടല്ലോ, എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയാണ് പോലീസുകാരുടെ മുന്നിൽ ഇരുന്നും അല്ല മജിസ്ട്രേറ്റിൻ്റെ അടുത്തിരുന്നും വീണ്ടും 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 പറയില്ലേ പലപ്പോഴായിട്ട്. ഇനിയിപ്പോൾ ട്രയൽ തുടങ്ങി കഴിയുമ്പോൾ കോടതിയിലാണെങ്കിലും ഇതൊക്കെ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമല്ലേ. ആലോചിക്കും, ഇതിലും ഭേദം ഇതിനൊന്നും പോകാതിരിക്കാൻ നല്ലതെന്ന് ഏതൊരു വ്യക്തിയും ആലോചിക്കും. എനിക്ക് വന്നു, ഇനി ഞാനത് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതേ സ്വാഭാവികമായിട്ടും ആരും ചിന്തിക്കുള്ളൂ. ഇപ്പം ഞാൻ പോലും SIT പോയത് എന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് ഇത് സേഫായിരിക്കും, ഇത് കൃത്യമായ അന്വേഷണം നടക്കും, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വരാം, സ്ത്രീകൾക്ക് വരാം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഒരു വാക്ക് വിശ്വസിച്ചാണ് നമ്മൾ പോയി ഈ കേസ് കൊടുക്കുന്നത്. കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഞങ്ങളുടെ മേലിൽ പരുന്തും പറക്കില്ല എന്നുള്ളൊരു രീതിയിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ രീതി ഇത് വന്നത്. അവരെന്നെ പുറത്താക്കി. അവർ ഒന്നിനെയും ഇത് ഞങ്ങളുടെ നേരെ ആരും വർത്താനം പറയണ്ട, ഞങ്ങൾക്ക് നേരെ ആരും ഒരു ഇതും പറയണ്ട, ഞങ്ങളാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് അടിവര ഇട്ട് ഉറപ്പിക്കുന്നത് പോലെയാണ് അവരിത് പ്രവർത്തിച്ച്. ഇപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെൻറ്റും ഒന്നും ഇതിനകത്ത് ഒരു സ്റ്റെപ്പ് പോലും എടുത്തിട്ടില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. അപ്പം സാധാരണ ഒരു സ്ത്രീക്ക്, ഒരു ടെക്നീഷ്യനും ഒരു ആർട്ടിസ്റ്റും ആയിട്ടുള്ളൊരു സാധാരണ ഒരു സ്ത്രീക്ക് എത്രമാത്രം നീതി കിട്ടുമെന്ന പ്രതീക്ഷിക്കുന്നത്? നമ്മളിപ്പോൾ സാധാരണ ഒരു തൊഴിലിടമാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ പോലും ഇപ്പം അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്കൊരു സസ്പെൻഷനോ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒരു മാറ്റി നിർത്തൽ എന്തായാലും എല്ലായിടത്തുനിന്നും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അതുപോലും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ശരിക്കും ഭയാനകമാണല്ലേ? അതെ, ഈ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ കേസുകളിലെയും വേട്ടക്കാർ ഈ അസോസിയേഷൻ്റെ ഭാഗമാണ് എന്നുള്ളതും ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിരോധാഭാസമാണ്. കാര്യം ഇവർ അതുകൊണ്ട് തന്നെയാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു അക്ഷരം മിണ്ടാതെ ഇരുന്നതിൻ്റെ കാരണം എന്താണ്? കാര്യം അവർ വേട്ടക്കാർക്കൊപ്പമാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയറിയാം, എല്ലാ കേസുകളിലും ഈ കേസുകളിൽ ഇടപെടുകയും ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയും രാഷ്ട്രീയപരമായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്തേക്കുന്ന അസോസിയേഷൻ മെമ്പേഴ്സാണ്. ഇപ്പൊ പോലും കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, ഒരു ഒഡീസ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ്. അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറിന്റെ അമ്മായി അച്ഛനാണല്ലോ. ആ കേസിൽ തന്നെ ഇവരെല്ലാവരും കയറി ഇടപെട്ടിട്ടുണ്ട്. ഇവരെല്ലാവരും പ്രധാനപ്പെട്ട ആളുകളെ എല്ലാം വിളിച്ച് കേസ് ഒതുക്കി തീർക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഒരു രീതി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുണ്ട്. അപ്പോൾ എത്രത്തോളം വിശ്വാസം അതിന്റെ കാരണം എന്താണ്? ഞങ്ങൾ സേഫാണ്, ഞങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. അവർ നടന്മാരല്ല, അവർ നടിമാരല്ല, അവർക്കൊരു ഫെയിമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവരുടെ വിഷയങ്ങൾ അറിയണ്ട, താല്പര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് ഇട്ട് പടം ചെയ്യുന്നു, അത് നിങ്ങളുടെ സൗകര്യം. ഈ കാശില്ലെങ്കിൽ പടം ചെയ്യണ്ട എന്നുള്ളൊരു രീതിയാണ് സാധാരണ ആളുകൾക്കും പ്രൊഡ്യൂസേഴ്സിനോട് തോന്നുക. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ വിഷയങ്ങളിലൂടെ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ സേഫ്
ഒരു പൊസിഷനിലായിരിക്കുന്നത്. ഇവരെന്ത് ചെയ്താലും മറ്റുള്ളവർ അറിയുന്നില്ല. ആ സമയം ഒരു ആർട്ടിസ്റ്റ് ചെയ്താൽ അത് മാധ്യമ ശ്രദ്ധ കിട്ടും. അതുപോലെ തന്നെ അത് തന്നെയാണ് ഈ കേസിലും. മാധ്യമങ്ങൾക്ക് എന്താണ്, മാധ്യമങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ആർട്ടിസ്റ്റിന് അത്ര ഒരു ബന്ധമില്ല. ഈ വിചാരിക്കുന്നത് പോലെ ഈ മാധ്യമങ്ങളുമായിട്ട് അത്രയും ബന്ധം ആർട്ടിസ്റ്റിനില്ല. കാര്യം ഇവരെ പല കാര്യങ്ങൾക്ക് വിളിക്കുമ്പോഴാണെങ്കിലും ഇവർക്ക് പോകാതിരിക്കേണ്ടതായി വരും. ആർട്ടിസ്റ്റിന്, പ്രൊഡ്യൂസേഴ്സിന് ആ പ്രശ്നമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങൾ പല മാധ്യമങ്ങളും ഇപ്പം എന്നോട് തന്നെ വന്ന് ബൈറ്റ് എടുക്കുന്ന പല മാധ്യമങ്ങളും എനിക്കറിയാം, അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വന്ന് എടുക്കുന്നതാണ്. ആ ചാനൽ എടുത്തു, അതുകൊണ്ട് ഞങ്ങളും എടുക്കണം. കാര്യം ഇപ്പം ഭയങ്കര TRP കോമ്പറ്റീഷനും കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് മാത്രം അവരെടുത്തു ഇവരെടുത്തു അതുകൊണ്ട് ഞങ്ങളും എടുത്തു പേരിന് എന്നുള്ളൊരു ഇതാണ്. കാര്യം അത്രയ്ക്കുണ്ട് ഇവരുടെ ഇൻഫ്ലുവൻസ്. ഇവര് മാധ്യമങ്ങളിലാണെങ്കിലും എല്ലായിടത്തും വിളിച്ചു പറയുന്നത് നമുക്കറിയാലോ. മാത്രമേ ഉള്ളൂ. അവര് വിളിച്ചു പറയുന്നത് സാൻഡ്ര ഇന്നങ്ങ് പോവും, ഇന്നല്ല നാളെ ഇവിടുന്ന് പോവും. അതായത് ഞങ്ങൾ ഓടിച്ചിരിക്കും, ഇവിടെ നിൽക്കില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാനുള്ളവരാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ഇടരുത് എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഞാൻ എങ്ങും പോവില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും, ഞാൻ സിനിമ ചെയ്യും. ഞാൻ തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഉപ്പ് തിന്നവരാണെങ്കിൽ നിങ്ങൾ വെള്ളം കുടിച്ചിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ വധഭീഷണിയുടെ കാര്യം കൂടെ പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് ചേച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? അത്തരം ഒരു കോളാണോ? അതെ, എന്നെ ഫോൺ വിളിച്ചാണ് പറഞ്ഞത്. ഞാൻ ഇപ്പോൾ മീഡിയയെ കൂടെ ഒന്നും എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് താല്പര്യമില്ല. പിന്നെ ഇപ്പം പലരും തോക്ക് വേണോ, ലൈസൻസ് എടുത്ത് തരണോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്. എനിക്ക് ഞാൻ അതിനൊന്നും ഭയക്കുന്നൊന്നുമില്ല സത്യത്തിൽ. ഇപ്പം എനിക്ക് തോന്നുന്നു അവരായിരിക്കും ഇപ്പം ഭയപ്പെട്ടിരിക്കുന്നത്. കാര്യം ഞാൻ ഇങ്ങനെ പുറത്തേക്ക് വരുമെന്നും സംസാരിക്കുമെന്നും ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പം ഇപ്പം എന്നെ ഇപ്പം പെട്ടെന്ന് കയറി അവരെന്നെ കൊല്ലാനും പിടിക്കാനും ഒന്നും പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിളിച്ചത്. അത്ര മണ്ടന്മാരാണോ അവർ? ആയിരിക്കില്ല. ഈ ഷൈനികമായിട്ടുള്ള ഈ സിനിമയുടെ സമയത്ത് അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നോ ഇത്തരം കാര്യങ്ങളൊക്കെ? ഇല്ലില്ല, ഇടയ്ക്കിങ്ങനെ വല്ലപ്പോഴും ഒക്കെ നമ്മൾ സൂചിപ്പിച്ച് പോവാറുണ്ടെന്നല്ലാതെ ഇരുന്നൊന്നും ഇതിനെപ്പറ്റി. അവനെ സംബന്ധിച്ചിടത്തോളം അവന് നല്ല സിനിമകൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ എല്ലാവരും കൂടി ഇട്ട് ഒരാളെ ഇട്ട് പ്രഷർ കൊടുക്കുമ്പോഴും ബുദ്ധിമുട്ടിക്കുമ്പോഴും ഒക്കെയാണ് ഇവൻ ഈ പുറത്തേക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക. അത് ഇപ്പോൾ ഒരു സമയത്തൊരു സുഡാപ്പി എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര ഇതാണല്ലോ. അപ്പം ഞാൻ അന്ന് ഷെയ്നെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എനിക്കറിയാം എന്തുകൊണ്ടാണ് പുള്ളി ആ സമയത്ത് അങ്ങനെ കയറി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് ഈ പറയുന്ന ഈ എല്ലാവരും കൂടെ അവനെ അങ്ങനെ ആക്കാൻ ശ്രമിക്കുമ്പോൾ എന്നാൽ ഇങ്ങനെ ഇങ്ങനെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളപ്രചരണം നടത്തുന്ന സമയത്ത് നമ്മളതിനെ പലരും പല രീതിയിലാണല്ലോ പ്രതിരോധിക്കുക. അപ്പം അവൻ്റെ ആ പ്രായത്തിനനുസരിച്ചുള്ള ഒരു പ്രതിരോധമാണ് കണ്ടത്. അത് മക്കളുള്ള ഏത് മാതാപിതാക്കൾക്കും മനസ്സിലാവുന്നുള്ളൊരു കാര്യമാണ്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. പിന്നെ എനിക്ക് മനസ്സിലായിടത്തോളം സിനിമയെ വളരെ സീരിയസ് ആയി കാണുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ പ്രശ്നമൊക്കെ ഉണ്ടായി എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു ചേച്ചി, ഞാനിതൊക്കെ എത്ര വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നതാണ്. ഇതൊക്കെ എല്ലാ പടങ്ങൾക്കും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ അവന് ഹാറ്റ്സ് ഓഫ് ടു ഹിം. ബിക്കോസ് അതിനെയൊക്കെ ഓവർകം ചെയ്ത് വരുന്നുണ്ടല്ലോ. ഇതൊക്കെ ഇത്രയും പേര്. അതിനിടയ്ക്കും ഒരു പ്രമുഖ സംവിധായകൻ അദ്ദേഹത്തെ വെച്ച് സിനിമ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അത് പക്ഷെ OTT ഇല്ലല്ലേ കുറച്ചുകൂടെ ഇതിലേക്ക് വന്നത്. അങ്ങനെ ചിലത് ചെയ്യും എന്നുണ്ടെങ്കിൽ പോലും എനിക്കിങ്ങനെ ഒരു ഓപ്പൺ മീഡിയത്തിൽ നമ്മുടെ ഒരു വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കയറുന്നില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് ഇന്നലെയും തുടങ്ങിയ ഒരു വിഷയത്തിൽ നിന്ന് വന്നേക്കുന്നൊരു കാര്യമല്ല. അവനെ ഉപദ്രവിക്കുന്ന എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു അവൻ്റെ ഫാദറിനെ മുതൽ തുടങ്ങിയേക്കുന്ന ഒരു കാര്യമാണത്. അത് കണ്ടിന്യൂ ചെയ്ത് വരുന്നതായിട്ടാണ് അവരുടെ ഫാമിലിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ വിഷയത്തിലേക്ക് നമ്മൾ പോയിട്ട് കാര്യമില്ല, അത് അവർ പറയേണ്ട വിഷയമാണ്. ഇപ്പോൾ ഈ ഒരു വധഭീഷണി ഇങ്ങനെയുള്ള കോളുകളൊക്കെ വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എന്താണ് റെസ്പോൺസ്? വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ അവർ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റിൽ ഇതിൽ ബേസിക്കലി ഈ ഒരു ഇൻസിഡൻറ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യം,
നമ്മുടെ വീട്ടുകാരെ നമ്മുടെ വിഷമം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ചിലപ്പോൾ കൂട്ടുകാരും നാട്ടുകാരും അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ നമ്മുടെ വിഷമം കേൾക്കാനായിട്ട് അവർ ഇരുന്നെന്ന് വരുമായിരിക്കാം. പക്ഷെ നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ വിഷമങ്ങളല്ല, നമ്മുടെ സന്തോഷങ്ങൾ കേൾക്കാനാണ് ഇഷ്ടം, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് കേൾക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ തകർന്നത് അവർ കണ്ടതാണ്. ഞാൻ തകർന്നു പോയി, ഞാൻ ഭയങ്കരമായി വിഷമിച്ചിരിക്കുന്നതും ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റാതിരിക്കുന്നതുമൊക്കെ അവർ കണ്ടതാണ്. ആ കണ്ടത് കൊണ്ട് തന്നെ അപ്പോഴൊക്കെ അവർ ഒരു നിസ്സംഗതരായിട്ട് നിന്ന ആളുകളാണ്. ഇപ്പോൾ ഞാൻ പ്രതികരിക്കുന്നത് കാണുമ്പോൾ അവർ സന്തോഷത്തോടെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ വേണം. ഞാൻ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കരഞ്ഞത് കണ്ടിട്ട് എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട്, ഇപ്പം എൻ്റെ പപ്പയും അമ്മയൊന്നും ഇവിടെ ഇല്ല, അവർ അമേരിക്കയിലാണ്. അപ്പോൾ എൻ്റെ സിസ്റ്ററാണേലും എല്ലാവരും വിളിച്ചിട്ട് നീ എന്തിനാണ് കരഞ്ഞത്, ഇനി നീ കരയണ്ട, നീ ഇനി കരയേണ്ട ആവശ്യമില്ല, അവർ കരയട്ടെ, നീയല്ല കരയേണ്ടത് എന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ അത്രയും ഒരു സപ്പോർട്ട് മൊത്തം ഫാമിലി. ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും പുള്ളി ഇതിനെല്ലാം വിറ്റ്നസ് ആയിരുന്നല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ എൻ്റെ സ്ട്രഗിള് കണ്ടൊരു ആൾ എന്ന് പറയുന്നത് ഹസ്ബൻഡാണ്. അപ്പം പുള്ളിക്ക് ആദ്യമൊന്നും എന്താണെന്ന് മനസ്സിലായില്ല. അതാണ്. അപ്പം ഞാൻ നിർത്താതെ കരയുന്നു, എനിക്ക് ശ്വാസം കിട്ടാതെ വരുന്നു, പാനിക് അറ്റാക്ക് വരുന്നു, ഇതൊക്കെ കാണുമ്പോൾ പുള്ളി എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പുള്ളിക്ക് ഇത് എന്താന്ന് സത്യത്തിൽ എങ്ങനെ ഇതിനെ പുള്ളി എന്നോട് പറഞ്ഞു, എടി ആണുങ്ങൾ അങ്ങനെയാണ്, നീ അത് വിട്ടുകളാ, നീ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നീ പിന്നെ എന്താ വിചാരിച്ചത്, നീ ആണുങ്ങളുടെ കൂടെ അല്ലേ ബിസിനസ് ചെയ്യുന്നത്, അപ്പം ആണുങ്ങൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുള്ളൂ, അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ അതൊക്കെ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് നമ്മൾ സ്വന്തം പോലെ കണ്ടിരുന്ന ആൾക്കാർ നമ്മളെ വേറൊരു രീതിയിൽ കാണുമ്പോഴുണ്ടാവുന്നൊരു എനിക്കത് എത്രത്തോളം ഞാൻ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവുമെന്ന് അറിയില്ല. ഇപ്പം ആട്ടം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്കുണ്ടാവുന്ന ഫീൽ എന്താണെന്ന് നിങ്ങൾക്ക് ആ സ്ത്രീയുടെ പോയിന്റ് ഓഫ് വ്യൂ ഒരു സിനിമ കാണിക്കുമ്പോൾ മനസ്സിലാവും. അത് നമ്മളൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളെ ആൾക്കാർ കാണുന്നത് എങ്ങനെയാണ്, ബോൾഡാണ്, സിനിമ ചെയ്യുന്ന ആളാണ്, നിർമ്മാതാവാണ്, ഇവരെന്ത് വന്നാലും ഫേസ് ചെയ്യും, ഇവരെന്ത് വന്നാലും ഇവർക്കൊരു കുഴപ്പമില്ല, അങ്ങനൊരു രീതി കാണുന്നതാണ്. പക്ഷേ ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു പെൺകുട്ടിയാണ്, ഞാനൊരു അബലയാണ്. എന്നെ പേടിപ്പിച്ചാൽ ഞാൻ കരയും, എന്നെ വിഷമിപ്പിച്ചാൽ ഞാൻ കരയും, എന്നെ പേടിപ്പിച്ചാൽ പേടിക്കുകയും ചെയ്യും. ഞാൻ അത്ര ഭീകര, എന്ത് വന്നാലും ഞാൻ സഹിച്ച് നിൽക്കും എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതിനെ ഞാൻ ഓവർകം ചെയ്തു. എന്ന് വെച്ചാൽ പൂർണ്ണമായും ഓവർകം ചെയ്തു എന്നല്ല, നമ്മളെ വീണ്ടും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ കരയുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായത് ഈ ട്രോമയിലേക്ക് നമ്മൾ വീണ്ടും റീവിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കരച്ചിൽ വീണ്ടും വരാം. നമ്മൾ അയ്യോ നമ്മൾ ആ സമയത്തെ പെയിൻ നമ്മൾ ആലോചിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഞാൻ പല ഇൻ്റർവ്യൂസ് കൊടുക്കുന്നതാണെങ്കിലും എല്ലാം ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു പെയിൻ എന്താണെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് പിന്നെയും വിഷമം വരും. മനസ്സിലായി? അതാണ് സംഭവിക്കുന്നത്. അപ്പം എന്നെ വിളിച്ച് ഇപ്പം എൻ്റെ പേരൻസ് ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും ഇവരൊക്കെ ഇനി കരയരുത്, കരയാനുള്ളതൊക്കെ കരഞ്ഞു കഴിഞ്ഞു, ഇനി കരയരുത്, ഇനി ഫൈറ്റ് ആണ് വേണ്ടത്, ഇനി ഈ കുറ്റം ചെയ്തവരെ വെളിയിൽ കൊണ്ടുവരിക, അവരതിനുള്ള ശിക്ഷ അനുഭവിക്കുക, അതിൽ കുറഞ്ഞതൊന്നും വേണ്ട. നമ്മളിവിടെ നമ്മുടെ കാര്യം നോക്കി സിനിമ ചെയ്യുന്നവരാണ്, നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല, ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ ഒട്ടുവിടുകയും വേണ്ട. ഇതുള്ളതാണ്. ഇത് എനിക്കൊന്നും ഇപ്പം കോളേജിലേക്ക് ഞാൻ ആദ്യമായിട്ട് പോയപ്പോഴേ ഭയങ്കര റാങ്കിങ് ഉള്ളൊരു കോളേജിലേക്കാണ് പോയത്. അപ്പം എനിക്ക് അന്നും എന്നോട് പപ്പയും മമ്മിയും പറഞ്ഞു തന്നൊരു കാര്യമാണ്, നമ്മൾ ആരെയും അങ്ങോട്ട് ഉപദ്രവിക്കാനോ ഒന്നിനും പോകരുത്, ഇതിലൊന്നും പോകരുത്, പക്ഷെ ഇങ്ങോട്ട് ആരെങ്കിലും ഉപദ്രവിച്ചാൽ പിന്നെ ഒന്നും നോക്കരുത്, പ്രതികരിച്ചോണം എന്നുള്ള കാര്യം അന്നും പറഞ്ഞിട്ട് അത് തന്നെയാണ് ഇന്നും പറയുന്നത്. ആ ഒരു സ്ട്രെങ്ത് തന്നെ, അവരുടെ ഒരു സ്ട്രെങ്ത് തന്നെയാണോ ചേച്ചിയിൽ ഈ ലൈഫിൽ കാണാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ടാവുമല്ലോ. എപ്പോഴും നമ്മുടെ ഫാമിലി ആയിരിക്കും നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എത്ര ധൈര്യവതിയാണെങ്കിലും എത്ര പ്രതികരിക്കുന്ന ഒരാളാണെങ്കിലും നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് വേണോ, എന്തിനാ ഇതിന് പോകുന്നത്, വേണ്ടാത്ത പണിക്ക് പോകണം, നമ്മുടെ കാര്യം നോക്കി പോയാൽ പോരെ, അതായത് അവർ വളരെ സോഫ്റ്റായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞാലും മതി. മനസ്സിലായി? ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ തളർന്നുകൊണ്ടിരിക്കും. മനസ്സിലായി? നമ്മൾ തളർന്നുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് കിട്ടുന്നൊരു സപ്പോർട്ട് അതല്ല, എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് അതല്ല. എന്നോട് പറയുന്ന ഫൈറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിട്ടുകൊടുക്കരുത്.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന കൂടി ചേച്ചി നടത്തിയിരുന്നു. അതായത് പ്രൊഡക്ഷൻ കൺട്രോളർമാരായിട്ട് വന്നവരും അതുപോലെ ഡ്രൈവറായിട്ട് എത്തിയവരുമൊക്കെയാണ് ഇപ്പോൾ സിനിമയിലെ പ്രമുഖ നിർമ്മാതാക്കളായിട്ടുള്ളത്. അവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ രണ്ട് രീതിയിൽ റീഡ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അതിലൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട് എന്ന് പറയുന്ന ആളുകളുടെ കമന്റുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതായത് ഇപ്പൊ ഡ്രൈവറായിട്ട് വരുന്നവർക്ക് എന്തുകൊണ്ട് നിർമ്മാതാവായി മാറിക്കൂടെ എന്ന് ഒരു കുഴപ്പമില്ല. ഞാൻ എല്ലാവരും ഇപ്പൊ എൻ്റെ വീഡിയോസും എന്നെ അറിയാവുന്നവരുമായിട്ടുള്ള ഒരുപാട് ആക്ച്വലി പറഞ്ഞ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. മനസ്സിലായോ? കാര്യം എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് എന്നെ അറിയാം. ഞാൻ ആരോടും ഒരു തിരിച്ചു വ്യത്യാസവും ഇല്ലാതെ പെരുമാറുന്ന ഒരാളാണ്. ഞാൻ ഓരോരുത്തരെയും ഓരോ വ്യക്തികളായിട്ടാണ് കാണാറ്. അല്ലാതെ അവരുടെ ജോലി അനുസരിച്ചോ അവർ ചെയ്യുന്ന ഇതനുസരിച്ചോ ഒന്നുമല്ല ഞാൻ അവരെ കാണുന്നത്. ഞാനിപ്പോൾ ഏറ്റവും ഇപ്പം ലാലേട്ടനെ കാണുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കാം ഞാൻ വേറൊരു ഇപ്പം നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന റെസ്പെക്റ്റ് ഒന്നാണ്. അവർ ചെയ്യുന്ന ജോലികൾ വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരാളാണ്. പക്ഷെ ഇത് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാനായിട്ട് കാരണമുണ്ട്. എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രീ ആൻഡോ ജോസഫിനെ തന്നെയാണ് ഞാനത് പറഞ്ഞത്. ഞാൻ വേറെ ഒരാളെ അല്ല. ഇപ്പം പലരും ഞാൻ ആന്റണി ചേട്ടനെയാണ് പറഞ്ഞത്. ഞാനത് ആലോചിച്ചിട്ട് പോലുമില്ല. മനസ്സിലായി? ഞാനത് ആലോചിച്ചിട്ട് പോലുമില്ല. ഇത് പല ഗ്രൂപ്പുകളിലും അത്തരം ചർച്ചകൾ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്, അയ്യോ ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടല്ലോ. കാര്യം അതാണല്ലോ മലയാളികൾക്ക് അറിയാവുന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞത് ആൻഡോ ചേട്ടനെയാണ്. കാര്യം ഞാനത് പിന്നെ വ്യക്തമായിട്ട് പറയല്ല. ആൻഡോ ചേട്ടൻ ഒരു നടൻ്റെ ഡ്രൈവറായിട്ടാണ് ആദ്യം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ആവുന്നത്. ഞാൻ അദ്ദേഹത്തെ തന്നെയാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് ചെക്ക് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ ഇത്രയും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരാളാണ്. എല്ലാത്തിലും ഇപ്പം ഇങ്ങനെയുള്ള ഒരാൾ ഈ ഒരു സമയത്ത് എന്തിന് റീലൊക്കേറ്റ് ചെയ്യണം? എന്തിന് പുള്ളി ഈ കേരളം വിട്ട് വേറൊരു റീലൊക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം? അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യമാണ് സ്പെസിഫിക് ആയിട്ട് ഞാൻ ശരിക്കും അത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരിക്കാം ഞാൻ ആളെ പറയാതിരുന്നത്. എല്ലാ കാര്യങ്ങളിലും ആൾക്കാർക്ക് വേണ്ടത് ഇത് ഇത്രയും പറയാമെങ്കിൽ പിന്നെ ആളെ പറഞ്ഞൂടെ എന്നുള്ളതാണല്ലോ ആളുകളുടെ ചോദ്യം. ഇതാണ് ആള് ഞാൻ ഒരു വ്യക്തിനെയാണ് ഉദ്ദേശിച്ചത്. അത് ഇന്ന വ്യക്തിനെയാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ഞാൻ വേറെ ആരെയും പറഞ്ഞിട്ടില്ല. ഞാൻ ആരെയും ഇപ്പോൾ ഒരു ജോലിയും കുറച്ചിലല്ല. ഞാൻ എല്ലാ ജോലിയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഒരു ജോലിയും കുറച്ചിലല്ല. അതുകൊണ്ട് എന്താ പറയുന്നത്, ഞാൻ പറയുന്ന അവർ എങ്ങനെയാണ് ഈ ഫണ്ട് വന്നത്, അതിൻ്റെ രീതി മനസ്സിലാക്കണം. അത് കേൾക്കേണ്ടവർക്ക് കേട്ടാൽ അത് മനസ്സിലാവും എന്താണെന്നുള്ളത്. അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഓരോ ജോലിയും ഇപ്പോൾ ഡ്രൈവറായിട്ടുള്ള ഒരാൾക്ക് സിനിമ ചെയ്യാൻ പാടില്ല എന്നല്ല. ഞാൻ എപ്പോഴും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ എപ്പോഴും ലിസ്റ്റിൻ സ്റ്റീഫനെ പൊക്കി പറയാറുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് റെസ്പെക്റ്റ് ഉണ്ടെന്ന് പറയാറുണ്ട്. ലിസ്റ്റിനും ഇതേപോലെ തന്നെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണല്ലോ. അതാണ് ഞാൻ അയാളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ കാരണം. അതാണ് ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞേക്കുന്നതിൻ്റെ കാരണം എന്താണ്, അത് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് പല ജോലികൾ ചെയ്ത് പല ഇതിൽ വന്ന് ഇതെല്ലാം കഴിഞ്ഞ് സിനിമയിലെത്തി സ്വന്തമായി ഒരു മാർക്കുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ലിസ്റ്റിൻ. അതുകൊണ്ടാണ് എനിക്ക് ലിസ്റ്റിനോട് റെസ്പെക്റ്റ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇതേപോലെ തന്നെ ലിസ്റ്റിനെ പറഞ്ഞിട്ടില്ലേ. ഇത് ഞാൻ പറഞ്ഞത് ആൻഡോ ജോസഫിനെയാണ്. എന്തായാലും ഈ കേസും ഒക്കെ ആയിട്ട് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അതിന്റെ മറു സൈഡിൽ അടുത്ത സിനിമ ഓൺ ആയിട്ടുണ്ടോ? ഉണ്ട്, സിനിമ ഓൺ ആയിട്ടുണ്ട്. അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ അസോസിയേഷൻ അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അറിയാലോ, പല നടന്മാരും പേടിച്ച് പിന്മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവർ പേടിച്ച് മാറിയിട്ടില്ലെങ്കിൽ ആ പടം മുന്നോട്ട് പോകും. അല്ലെങ്കിൽ വേറെ സിനിമ ചെയ്യും. അത് തന്നെ. ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഈ വുമൺ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ ഇതുപോലെ ഒരു തുടക്കം കിട്ടാൻ അത്തരം സിനിമകൾ വരുമ്പോൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടാറുണ്ട്. ഇപ്പൊ ഉള്ളൊഴുക്ക് പോലെയുള്ള സിനിമകളൊക്കെ വലിയ രീതിയിൽ പ്രശംസ നേടുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സിനിമ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരം സ്ക്രിപ്റ്റുമായിട്ട് ചെല്ലുന്ന സമയത്ത് അത് ആ ഒരു പ്രൊജക്ട് ഓൺ ആക്കാനുള്ള ഒരു സാവകാശം കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ മാറാൻ സാധ്യതയുണ്ടോ? സാധ്യത വളരെ കുറവാണ്. കാര്യം അത് ജനങ്ങളുടെ ചിന്താഗതി തന്നെ മാറണം. സ്ത്രീകളുടെ സിനിമകളെന്ന് പറയുമ്പോൾ ആളുകൾക്ക് കാണാൻ താല്പര്യമില്ല. അതൊരു വാസ്തവമാണ്. പിന്നെ ഇപ്പോൾ ഈ ഭയങ്കര സെലിബ്രേറ്റഡ് ആയിട്ടൊക്കെ വരുന്ന സിനിമകൾ മാത്രം, ഇപ്പോൾ ഉള്ളൊഴുക്ക് പോലെ ഉർവശിയും പാർവതിയും മത്സരിച്ച് അഭിനയിക്കുന്നു. അത് ഉർവശി ചേച്ചി അങ്ങനെ അഭിനയിച്ചപ്പം പാർവതിക്ക് ഇങ്ങനെ ഫീലിംഗ് ഉണ്ടായി, അല്ല അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പല രീതിയിൽ ഇവർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ
ഓ എന്നാ പിന്നെ ഈ പടം ഒന്ന് കാണണമല്ലോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അല്ലെ എന്തോ ഭീകരമായിട്ട് അതിനകത്തുണ്ട് എന്ന് തോന്നിക്കുന്ന അങ്ങനെ ഒരു സാധനം വന്നെങ്കിൽ മാത്രമേ കാണുള്ളൂ. അല്ലെങ്കിൽ എന്താ, ഈ നടിമാരുടെ അല്ലെങ്കിൽ നടന്മാരുടെ ഒരു കാശ് മാത്രമേ അവിടെ കുറയുന്നുള്ളൂ, ബാക്കി എക്സ്പെൻസുകൾ ഒന്നും കുറയുന്നില്ല ഒരു സിനിമയുടെ. അല്ലാതെ എല്ലാ കോസ്റ്റുകളും വരുന്നുണ്ട്, ഇതിനനുസരിച്ചുള്ളൊരു സെയിൽ നടക്കില്ല. ഇപ്പം സാറ്റലൈറ്റ് ആർക്കും വേണ്ട, ഡിജിറ്റലും ആർക്കും വേണ്ട, തിയേറ്ററിലും പൈസ കിട്ടിയില്ല, പിന്നെ എങ്ങനെ ഒരു നിർമ്മാതാവ് ഒരു സിനിമ ചെയ്യും? അപ്പം അതിന് നിർമ്മാതാവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾ ഇങ്ങനത്തെ സിനിമകൾ കണ്ടു തുടങ്ങണം. സ്ത്രീകളെ പലപ്പോഴും പല ആൾക്കാരും ഞാൻ പറയുന്നില്ല, പെണ്ണുങ്ങളുടെ പടമല്ലേ ഞങ്ങളില്ല എന്ന് പറയും എന്ന് പറഞ്ഞ് മാറുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അതിനൊക്കെ ഒരു മാറ്റം വന്നെങ്കിൽ മാത്രമേ, അല്ല അതിന് നിർമ്മാതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണോ ആളുകൾക്ക് വേണ്ടത്, എന്താണോ മാർക്കറ്റ്, എന്താണോ ബിസിനസ് നടക്കുന്നത്, അതായിരിക്കും എപ്പോഴും എല്ലാവരും കീറിപ്പിടിക്കുക. അപ്പോൾ എന്തായാലും ഇത്രയും സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു. ഇപ്പോൾ ഈ ഉള്ള പ്രശ്നങ്ങളൊക്കെ കലങ്ങി തെളിയട്ടെ, പുറത്തു വരേണ്ടവരൊക്കെ പുറത്തു വരട്ടെ, സോറി പറയേണ്ടവരൊക്കെ സോറി പറയട്ടെ, ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്.